ഗൈസ്, ചക്കൻചുക്കിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് UK ഹൗസിൻ്റെ മുമ്പിലാണ്. UK ഹൗസ് എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാകുന്നതില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ നമുക്ക് പുള്ളി വീട് വെച്ചിട്ട് ഏകദേശം ഒരു 1 year ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഗൈസ്, ഇത് ഏകദേശം ഒരു 2300 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഒരു 2 നില വീടാണ്. നമുക്ക് ആദ്യം ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗേറ്റ് നമ്മൾ കാണുന്ന പോലെ തന്നെ GIയിലാണ് ചെയ്തിട്ടുള്ളത്. GIയുടെ ഗേറ്റ് ആണ്, അതുപോലെ റോളിംഗ് ഗേറ്റ് ആണ്. പിന്നെ ഇത് GIന്റെ പ്ലേറ്റ് ആണ്. പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ CNC കട്ടിങ് ചെയ്തേക്കാണ്. റബ്ബർ കോട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. വൈറ്റും പിന്നെ ഗ്രീനും ആണ് കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് നമുക്കിതാ ഏകദേശം ഇവിടെ മതിലിലും കാണാൻ പറ്റും. വൈറ്റും അതേ സെയിം ഗ്രീൻ പെയിന്റ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അത് ഈ വീടിന്റെ മൊത്തത്തിൽ ആ ലൈനിങ് ഒക്കെ ഉണ്ട്. ആ ലൈനിങ്ങിലെല്ലാം നമുക്ക് വൈറ്റും ഗ്രീനും തന്നെയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. ഇതാണ് നമ്മുടെ ഗേറ്റ്. അത്യാവശ്യം വളരെ ഈസി ആയിട്ട് നീക്കാനൊക്കെ പറ്റുന്നുണ്ട്. മൂവബിളാണ്. പണ്ടൊക്കെ ഉള്ള ഗേറ്റിൻ്റെ കൂട്ടുള്ള പണ്ടൊക്കെ നമുക്ക് ഇതുപോലത്തെ റോളിംഗ് ഗേറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നീക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങ് പിടിച്ചൊരു പരിപാടിയായിരുന്നു. ഓക്കെ, നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ സുഖമായിട്ടിരുന്ന് ആടാം. ചോദിച്ചു വരുന്നോ ആടാൻ? ഉണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ട് കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും എല്ലാം കുറച്ച് ഗ്രീനറി വരുത്തുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സെറ്റപ്പുകളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഏകദേശം ഒരു 4, 5, 6 കാർ വരെ നിർത്തിയിടാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസോട് കൂടി തന്നെയാണ് ഈ ഫ്രണ്ടേജ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് അവരുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വെളിയിൽ വെച്ചാണ്. മാസ്റ്റർ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അതിന് വെളിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇവിടെ കുറച്ച് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ഒന്നുമല്ല, ഒറിജിനൽ തന്നെയാണ്. ഇതിനുള്ളിൽ മണ്ണിട്ടിട്ട് ആണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലേ. പിന്നീട് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ഹാങ്ങിങ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ഗ്ലാസ് ആണ്. ഗ്ലാസ്സിന്മേൽ ഫിലിം ഒട്ടിച്ചേക്കുകയാണ്. നമുക്ക് ആ വെളിയിലേക്കുള്ള വ്യൂ കുറയ്ക്കാനും അതുപോലെ സൂര്യപ്രകാശം അത്രയും ഡയറക്റ്റ് ആയിട്ട് റൂമിലേക്ക് കിട്ടുമ്പോൾ ഒരു ഹീറ്റ് വരുമല്ലോ, അതൊക്കെ കുറയ്ക്കാൻ അത് സഹായിക്കും. അത് നമുക്ക് ഉള്ളിൽ നിന്ന് കാണുന്ന സമയത്ത് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റ് ആണ് വീട്. വൈറ്റിൽ ചെറിയ ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിനകത്ത് നമ്മൾ ഗ്രീൻ പെയിന്റാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്രീൻ പെയിന്റ്, ആ ഒരു കോമ്പിനേഷൻ, നമ്മൾ ആ ഗേറ്റിൽ കണ്ട അതേ കോമ്പിനേഷൻ തന്നെയാണ് ഉള്ളിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ എല്ലാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് കാണാൻ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ കാർ പോർച്ച് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു ഇന്നോവ അല്ലെങ്കിൽ ഒരു ഫോർഡ് എൻഡോവർ വരെ ഇതിനകത്ത് സുഖമായിട്ട് കയറി കിടക്കും. അതിനുള്ള സ്പേസും അത് കഴിഞ്ഞിട്ട് ഒരു വണ്ടിയൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ റോളിംഗ് ഗേറ്റ് കൊടുത്തത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് തെള്ളി മാറ്റിയാൽ മതി. അപ്പം മുറ്റത്തെ ആ ഒരു സ്പേസിനെ ഒരിക്കലും അത് നെഗറ്റീവായിട്ട് ബാധിക്കത്തില്ല നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിയും കൂടെ അതിനകത്തുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇത്രയും ഇങ്ങോട്ട് തുറക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു വണ്ടി കാരണമെങ്കിൽ ഇങ്ങനെ തുറന്ന് ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ മുറ്റത്തിൻ്റെ സ്പേസിനെ അത് ബാധിക്കും. അതുപോലെ വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതുവഴി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. സിറ്റ് ഔട്ട് ഏകദേശം അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 2 നോർമൽ വുഡിൻ്റെ കസാരയാണ് ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചെറിയ കസാരകളാണ്, അത് മതിയാവും. പിന്നെ ഇതൊരു ഷൂ റാക്കാണ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് മേലാണ് ചെയ്തത്. അതെ, മൾട്ടിവുഡാണ്. മൾട്ടിവുഡിൽ ഷൂ റാക്ക് അടിച്ചതിന് ശേഷം അതിൻ്റെ മേലിൽ മൈക്ക് ഒട്ടിച്ചേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിങ് വന്നിട്ടുള്ളത് മാർബിളാണ്. മാർബിൾ ഇട്ടിട്ട് പോളിഷ് ചെയ്ത് വെച്ചേക്കാണ്. അത് തന്നെയാണ് പടിയിലും വന്നിട്ടുണ്ട്. ഏകദേശം ആ വീടിൻ്റെ കോർണറുകളിലും എല്ലാം മാർബിൾ തന്നെയാണ് വെച്ചിട്ട് പോളിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വെളിയിലുള്ള വിശേഷങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. നമുക്ക് ഷാനിക്ക വിളിച്ചു നോക്കാം. ഷാനിക്ക, മിസ്റ്റർ ഷാനിക്ക, തുറക്കും. വരും. ഇദ്ദേഹമാണ് ഈ വീടിൻ്റെ ഉടമ, ഷാനിക്ക. എൻ്റെ ഫ്രണ്ട് കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. ഒരിടത്ത് ജോലിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, നമുക്ക് ഉള്ളിലേക്ക് പോയാലോ? വരും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉൾവശം വരുന്നത് അല്ലേ ഷാനിക്ക? ഓക്കെ, കയറി വരുമ്പോൾ തന്നെ ആകെ മൊത്തം ഒരു പോസിറ്റീവ് വൈബാണ്. ഫുള്ള് ലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. വരും. ഇത് നമ്മുടെ ഫോർമൽ ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിലെ ചെറിയൊരു തീപ്പോയി അതിൻ്റെ മേളിൽ ചെറിയൊരു ഇത് ഇൻഡോർ പ്ലാന്റ് തന്നെയല്ലേ? പ്ലാസ്റ്റിക് അല്ലല്ലോ, ഇൻഡോർ പ്ലാന്റിങ് തന്നെ. ഓക്കെ, ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ്. ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ആർട്ടിഫിഷ്യൽ ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സോഫ. ഇതൊരു ചെറിയൊരു സ്പേസ് അല്ലേ? ഒരു ചെറിയൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് മേളിലേക്ക്. മേളിൽ നിന്ന്
മേളിൽ നിന്ന് താഴേക്കും പെട്ടെന്ന് ഒരു വ്യൂ കിട്ടാൻ സഹായിക്കും. ആരെങ്കിലൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് മേളിൽ നിന്നുള്ളൊരു കോൺടാക്ട് കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അവിടെയും ആ CNC കട്ടിങ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ കാണിക്കാം. ആ ഗേറ്റിലുള്ള അതേ CNC പാറ്റേൺ ആണല്ലോ എല്ലായിടത്തും ചെയ്തേക്കുന്നത് ഏകദേശം. ഓക്കെ ഓക്കെ, അത് കുറെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വീടിന് ഒരുപാട് ജനലുകളുണ്ടല്ലേ? 1 2 3 4 5 ഈ ഒരു ഏരിയയിൽ തന്നെ ഏകദേശം നമുക്ക് 5 ജനലുകൾ വരുന്നുണ്ട്. ജനലിലെല്ലാം കർട്ടൻസ് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ആർക്കിടെക്ട് ആരായിരുന്നു? ഇത് ഉബൈദ് എന്നാണ് ആളുടെ പേര്. ഓക്കെ. ആളുടെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് നടുവണ്ണൂരാണ്. ഓക്കെ. ഉള്ളേരി ഭാഗത്തുള്ള നടുവണ്ണൂർ. ഈ ആളാളെന്ന് പറഞ്ഞാലും അപ്പോ അതാരാണ്? എന്റെ വൈഫിന്റെ ബ്രദറാണ്. വൈഫിന്റെ ബ്രദറും കൂടെ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ആൾ തന്നെയാണ് ഈ ഡിസൈൻ ചെയ്തതും ഫുൾ വർക്ക് എടുത്തതും ചെയ്തതും എല്ലാം. ഓക്കെ ഓക്കെ. ഇന്റീരിയർ പുള്ളി ചെയ്തിരുന്നു അതോ ഷാനിക്ക ആ സമയത്ത് ഷാനിക്കന്റെ ആ ഒരു സമയത്ത് എന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. കട്ടൻസും കട്ടൻസ് ഒക്കെ പിന്നെ സെപ്പറേറ്റ് ചെയ്തതാണല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഏത് സ്പേസിലേക്ക് പോവാം? നമുക്ക് റൂമിലേക്ക് പോകാം അല്ലേ? ഇത് മാസ്റ്റർ ബെഡ്റൂമാ? അടി താഴെ നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ടല്ലേ? നമുക്കിനി ഇവിടെ വരുമ്പോ ഇവിടെ ഇത് വാൾപേപ്പർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് നമുക്ക് ആദ്യം ഇല്ലായിരുന്നല്ലോ. ഏഷ്യൻ പെയിന്റ്സിന്റെ തന്നെ അവരുടെ അവരുടെ കമ്പനി കൊണ്ട് ചെയ്തിട്ട്. ഓ ഓക്കെ 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 ഓക്കെ. ഇതും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. ഇത് ഐഡിയൽ ഡെക്കോർ എന്ന് പറഞ്ഞ ഒരു ഫർണിച്ചർ കടയാണ്. അറിയാം ഐഡിയൽ ഡെക്കർ നമുക്ക് അറിയാവുന്ന കടയാ. ഇമ്പോർട്ടഡ് ആണ്. ഓ ഓക്കെ ഓക്കെ. ഇത് എന്ത് റേറ്റ് വരുന്നുണ്ടോ? കോസ്റ്റ്ലി ആണ്. 10,000. ഓക്കെ. ഇത് അവര് പിക്ചറാണോ അതോ മറ്റേ? പിക്ചർ തന്നെ അല്ലേ? അവര് തന്നെ വന്ന് ചെയ്തു. ഓക്കെ. ഈ വാൾപേപ്പറിനൊക്കെ എന്താ അതിന്റെയൊക്കെ കോസ്റ്റ്? ഒരു വാൾപേപ്പറിന് ഇത് റോളിനാണ് റേറ്റ് വരുന്നത്. റോളിന് വരുന്നത് 5,000 ആണ്. ആ റേഞ്ച് വരുന്നുള്ളൂ. അതും അവരൊന്ന് ഫിക്സ് ചെയ്ത് റെഡിയാക്കി തന്നിട്ടുള്ളൂ. ചെയ്തിരിക്കുന്ന 2 റോളാണ്. ഓഹോ. ടോട്ടൽ 10,000. അത് ഫിക്സ് ചെയ്യാൻ വേറെ എക്സ്ട്രാ കോസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറാം അല്ലേ? മാസ്റ്റർ ബെഡ്റൂം അല്ലേ? ഓക്കെ. നിങ്ങളുടെ ബെഡ്റൂം. ഓക്കെ, കമോൺ. ഓ ഓക്കെ. ഇതൊക്കെ നമ്മുടെ വിനീറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വിനീർ അല്ലേ? ശരി. എന്നിട്ട് നല്ലൊരു വൈറ്റ്നെസ് ആണല്ലേ മൊത്തത്തിൽ? കളറ് തീം മൊത്തമായിട്ടൊരു വൈറ്റ് ആണ്. ഈ ഡോറൊക്കെ എന്താ? ഈ ഡോറും പ്ലാവ് തന്നെയാണ്? പ്ലാവ് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് നമ്മൾ മുമ്പേ അവിടുന്ന് കണ്ട വിൻഡോ. ഞാൻ വെളിയിൽ നിന്ന് പറഞ്ഞ പോലെ ഇതിലാണ് നമുക്ക് ഇതാണ് ഇതിന്റെ വ്യൂ ഹൈലൈറ്റ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പക്ക നമ്മളൊരു റിസോർട്ടിലൊക്കെ ചെന്ന് ഫോട്ടോ എടുക്കുന്നുള്ള ഒരു ഫീലാണ് ഇവിടെ ഇരുന്ന് എടുക്കുമ്പോൾ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ആ പ്ലാന്റ്, ഈ ലൈറ്റിങ്, വളരെ നല്ലൊരു പോസിറ്റീവ് വൈബ് അല്ലേ? നമ്മളൊരു ഹോട്ടലിന്റെ ഒക്കെ റൂമിൽ കയറിയ പോലുള്ളൊരു എഫക്റ്റ് ഉണ്ട് മൊത്തത്തില്. പിന്നെ സീലിംഗ് ചെയ്തേക്കുന്നല്ലേ? ഇത് ജിപ്സം കൊണ്ടുള്ള സീലിംഗ് ആണ് അല്ലേ? ജിപ്സം സീലിംഗ് ചെയ്തിട്ട് അതിന്റെ പേരിൽ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഈ സീലിംഗിന്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ ഇല്ല. അതിപ്പോ എല്ലായിടത്തും ഉണ്ട്. കാരണം ഉള്ളിലെ ലൈറ്റുകൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് കംപ്ലൈന്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും വലിയ പാടാ. ഇവിടെ കയറി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഭയങ്കര. ഇവിടെ തറയെല്ലാം മാർബിൾ തന്നെ പോളിഷ് ചെയ്ത് ഫുള്ള് അതുപോലെ തന്നെ മാർബിൾ തന്നെ ചെയ്തേക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ബെഡിൽ ചെയ്തിട്ടുള്ളത് വിനീർ അല്ലേ? പ്ലൈവുഡ് അടിച്ചിട്ട് അതിന് മുകളിൽ വിനീർ ഒട്ടിച്ച് പോളിഷ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ. നമുക്കിവിടെ ഏകദേശം ഒരു നല്ല ഒരു ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും വൈകിട്ടൊക്കെ. ഫിലിം ഒട്ടിച്ചതുകൊണ്ട് പുറത്തുള്ളവർക്ക് അകത്തേക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അകത്തുള്ളവർക്ക് പുറത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. പ്രൈവസി എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ, റൂമാണല്ലോ. നമ്മൾ നൈറ്റിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ലൈറ്റ് ഇട്ട് വെക്കും. പക്ഷെ ഇവിടെ ഫുള്ള് ലൈറ്റ് ഓഫ് ആക്കും. ഓക്കെ. അപ്പം ഇവിടെ ഇരുടും. വെളിയിലായതുകൊണ്ട് വെളിയിലുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും അല്ലേ? ശരി ശരി ശരി. ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ജാസ്മിൻ ആണ്. ഇത് ഷാനിക്ക പിന്നെ രണ്ടാമത് ചെയ്തായിരിക്കും അല്ലെ? എക്സ്ട്രാ ചെയ്ത്. താങ്കളുടെ കൈകടത്തൽ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് വന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ വീട്ടിൽ ഡെയിലി കാണുന്ന സമയത്ത് നമുക്ക് പിന്നെ അവിടെ അത് നമ്മുടെ കണ്ണിലായി. നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചുകൾ നമ്മൾ എപ്പോഴും എത്തിക്കൊണ്ടിരിക്കണം. ഇത് ശരിയാ. അതിലൊരു പച്ചപ്പ് എപ്പോഴും വളരെ ഇതാണ്. പിന്നെ ഇത് വാൾഡ്രോബ്. ഓക്കെ. ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നതായത് നമുക്ക് തുറന്നു കണ്ട.
വാൾഡ്രോബും അതുപോലെ തന്നെ അതേ സെയിം വിനീർ എടുത്ത് പ്ലൈവുഡ് തന്നെ മറൈനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സ്ലൈഡിംഗ് ഡോർ ആണ്, ഇങ്ങനെ രണ്ട് സൈഡിലേക്കും സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റും. സ്ക്രാച്ച് വരാൻ പാടില്ല. സ്ക്രാച്ച് വന്നിരിക്കുന്നത് എന്താ വെച്ചാല് നമ്മള് അങ്ങോട്ട് നീക്കേണ്ട ഡോറ് ഇങ്ങോട്ട് നീക്കും, ഇങ്ങോട്ട് നീക്കേണ്ട ഡോറ് അങ്ങോട്ട് നീക്കും. ഓക്കെ ഓക്കെ. അല്ലാതെ ഒരിക്കലും സ്ക്രാച്ച് വരില്ല. ഇപ്പൊ വീട്ടിലാവുമ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് തോന്നുമല്ലോ എപ്പോഴും തുറക്കുമല്ലോ. ഓക്കെ, ഇവിടെ നമുക്കൊരു ജനലുണ്ട്. ജനലിന്റെ കമ്പികൾ സ്റ്റീലിലാണ് ചെയ്തേക്കുന്നത് അല്ലേ? അതിലും ഒരു പ്രത്യേകതയുണ്ട്, കൊള്ളാം. അത് പ്ലാവ് തന്നെയാണോ അതോ റെഡിമെയ്ഡ് വാങ്ങിച്ചാൽ? ഓക്കെ ഓക്കെ. ഇവിടെ ആശാരിയും കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ഷോക്കേസ് പോലൊരു ഇതും വിനീർ തന്നെ അല്ലേ? റൂമിൽ ഫുള്ള് വിനീറാ യൂസ് ചെയ്തിട്ടുള്ളൂ, മൈക്ക എങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ചെറിയൊരെണ്ണം അവിടെയുണ്ട്. 4 റൂമാണ് ഇവിടെ മൊത്തത്തിലുള്ള അല്ലേ? മുകളിൽ 2 റൂം, താഴെ 2 റൂം. 4 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. 4 അറ്റാച്ച്ഡ്. താഴത്തെ 2 മേലെ 2. ഓക്കെ ഓക്കെ. മേലെ പല യൂസ് ചെയ്യുന്നില്ല, ഞങ്ങൾ തന്നെ ഉള്ളൂ. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോ നിൽക്കണം. വീട് പണിഞ്ഞ കാലം തൊട്ട് ഞങ്ങൾ മേളിൽ നിന്നോണ്ടിരിക്കുക, ഇതുവരെ ഒന്നും വരാൻ പറ്റിയിട്ടില്ല. ഓക്കെ. ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഉണ്ടല്ലേ? അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, രണ്ടിനും ഉണ്ടല്ലേ? വളരെ ഈസി ആയിട്ട് തുറക്കാനൊക്കെ പറ്റും. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഐഡിയ. നോർമലി ചിലയിടത്തൊക്കെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ പൊക്കുന്നതാണ്, ഇപ്പൊ പിന്നെ ഇലക്ട്രിക്കലി പൊക്കുന്ന സാധനങ്ങളൊക്കെ റെഡിമെയ്ഡ് വാങ്ങിക്കും. അത് പക്ഷെ ഭയങ്കര വിലയാണ്. പിന്നെ ഇവിടെ വരുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിൾ അല്ലേ? ഇതിനോട് ചേർന്ന് തന്നെ. ഇത് രണ്ടും സെപ്പറേറ്റ് അല്ലല്ലോ, സിംഗിൾ ഒറ്റ അതിനോട് ചേർന്ന് തന്നെയല്ലേ ഇത് വന്നത്? ഇത് ഇവിടെ ഓക്കെ. ഇത് ഉണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. അത് നല്ലൊരു പരമാവധി ഏരിയ അങ്ങ് യൂസ് ചെയ്തേക്കാം പുള്ളി. ഓക്കെ, അത് കണ്ടാ പറയില്ല കേട്ടോ, ഞാനിത് ചുമ്മാ നോക്കിയതാ, ഇങ്ങോട്ട് തുറന്നു നോക്കിയത്. അവിടെ അങ്ങനെ ഒരു ഏരിയയും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഡ്രോയേഴ്സ് കാര്യങ്ങളുണ്ട്. അപ്പൊ ശരി, നമുക്ക് ബാത്റൂം കൂടെ ഒന്ന് കണ്ടു നോക്കാം. നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് അല്ലേ? അതെ. ഓക്കെ, ബാത്റൂം ഏതാ യൂസ് ചെയ്തേക്കുന്നത്? ഇതൊക്കെ അത് നമ്മൾ സെറാന്റെ ഫുള്ള് സെറ, ഇതെല്ലാം സെറാണ്. ഫിറ്റിംഗ്സ് ഒക്കെ വന്നേക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അത്യാവശ്യം സ്പേസ് ഉണ്ട് അല്ലേ? നല്ല സ്പേസ് ഉണ്ട്, സ്പേസ് തന്നെ ചെയ്തിട്ടുള്ള. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം അല്ലേ? ഓക്കെ. മൊത്തത്തിലൊരു പച്ചപ്പ് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നിട്ടുള്ളത്. ഇത് ഒറിജിനൽ പ്ലാന്റ് തന്നെ, പ്ലാസ്റ്റിക് ഒന്നും അല്ല. അടിപൊളി. അത്യാവശ്യം സ്റ്റാൻഡും എല്ലാം കൂടെ നല്ല വില വരും തോന്നല്ലോ. നല്ല റേറ്റ് ഉണ്ട് സ്റ്റാൻഡിന്. ഉണ്ട്, 5000 ആ റേഞ്ച് വരുന്നുണ്ട്. ബോട്ടിന് മാത്രം, പിന്നെ പ്ലാന്റ് എക്സ്ട്രാ. ഈ മെറ്റീരിയൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇത് ഉമ്മയൊക്കെ വരുമ്പോ നിൽക്കുന്ന റൂം അല്ലേ? ഓക്കെ 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 ഓക്കെ. ഇവിടെ സീലിംഗ് ഉണ്ട്. ഇവിടെ സീലിംഗിന് വേറൊരു ടൈപ്പ് സീലിംഗ് അവിടെ അല്ലേ? അവിടെ ഉള്ള അല്ലാതെ അവിടെ പക്കാ സ്ക്വയർ ആണ്. പക്ഷെ ഇതിനകത്തെ സീലിംഗ് കുറച്ചുകൂടെ അടിപൊളി അല്ലേ? ഉമ്മയുടെ റൂം ആയതുകൊണ്ട് പ്രത്യേകം നന്നാക്കിയതാ. എല്ലായിടത്തും ഇങ്ങനത്തെ സ്പോട്ട് ലൈറ്റ് കൊടുത്തേക്കുന്നത്. അതുപോലെ വാൾഫാനും ആണ്, അതും ഒരു പ്രത്യേകതയാണ് കേട്ടോ. വാൾഫാനും ഉണ്ട്. സീലിംഗ് ഫാനിന് അതൊരു ഭംഗി കിട്ടും. അതെ അതെ. ഇത് ഏകദേശം അതേ വലിപ്പമുള്ള കട്ടില്, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അതെ, അവിടെ ഉദ്ദേശിച്ച അതേ സെയിം വിനീർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അല്ലേ? ഇവിടെ അതുപോലെ തന്നെ കട്ടിലിന് അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അവിടുത്തെ അതേ ടൈപ്പ്, എല്ലാം സെയിം. ഡ്രസ്സിംഗ് ടേബിൾ അടക്കം എല്ലാം സെയിം. ഓക്കെ, പിന്നെ നമുക്ക് ഇന്നത്തെ ബാത്റൂം കൂടെ നോക്കി നോക്കാം. 4 റൂമും അറ്റാച്ച്ഡ് അല്ലേ? സെയിം രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ടൈല് വ്യത്യാസം ഉണ്ടല്ലേ? ഒരു വ്യത്യസ്തമായ ഒരു ടൈലാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് മറ്റേ റൂമിനെ അപേക്ഷിച്ച്. നമ്മുടെ എല്ലാ റൂമുകളും സെപ്പറേറ്റ് ടൈലുകൾ തന്നെയാണോ അതോ വീട്ടിലത്തേതും എല്ലാം സെപ്പറേറ്റ് ആണ്? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെയും സെറയുടെ തന്നെയാണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനുള്ളിൽ ഒരു വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഒരു വാഷിംഗ് മെഷീനൊക്കെ വെച്ചാലും അത്യാവശ്യം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ളൊരു ഏരിയയും കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം അല്ലേ? വരും. ഇതിനകത്തോടെ തന്നെ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടല്ലേ? ഇതെന്താ സ്കേറ്റിംഗ് എന്നല്ലേ പറയുന്നത്? ഐസ് സ്കേറ്റിംഗ്. ഇതിന് സ്കേറ്റിംഗ് എന്നാ പറയുന്നത്? ഓക്കെ, പഠിക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, പഠിക്കാനൊന്നുമില്ല. അവൾ തന്നെ സ്വയം പഠിച്ചതാ. സ്വയം പഠിച്ചതാ? അതെ അതെ.
സ്വയം ഇത് പഠിക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല കേട്ടാ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. നല്ലൊരു സ്പേസ്, നല്ല അടുക്കളയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡൈനിങ് അല്ലേ. ഡൈനിങ്ങിനെ അലങ്കാരമാക്കാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സീലിംഗ് ഇതും ജിപ്സം തന്നെ അല്ലേ? ജിപ്സം തന്നെ സീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഈ സീലിംഗ് ഫാനില്ല, വാൾ ഫാൻ തന്നെ അല്ലേ. ഒരു ജനലുണ്ട്. ഇത് ഒരു ഹാൻഡ് വാഷ് ഏരിയ ഡൈനിങ്ങിനോട് അടുത്ത് തന്നെ ഉള്ളതാണ്. ഇതും സെറാന്റെ തന്നെ. ഇതും സെറാന്റെ മെറ്റീരിയലാണ്. ഈ പൈപ്പ് പിന്നെ ഈ ബേസിൻ എല്ലാം സെറാന്റെ മെറ്റീരിയലാണ്. പിന്നെ ഇങ്ങനെ ഒരു മിറർ വന്നിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ. അത് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. ഇത് ഓൺലൈനിൽ വാങ്ങിച്ചത്. ഇത് 5,000 റേറ്റ് വരുന്നത്. അതെ. അപ്പൊ ഇതാണ് കിച്ചൺ. നമുക്ക് കിച്ചണിലേക്ക് പറഞ്ഞു നോക്കാം. ഇതിന്റെ വാളെല്ലാം തന്നെ ടൈൽ ഒട്ടിച്ചേക്കും അല്ലേ? അതൊരു നല്ല രസമുള്ള ഒരു ടൈൽ. ഇവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ആണ് കൂടുതലും ചെയ്തേക്കുന്നത് അല്ലേ? ഇങ്ങനത്തെ അത് കൊള്ളാം. ഇവിടെ അടുക്കളയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ആദ്യം ഉള്ളത് ഇങ്ങനൊരു സ്പേസ് ആണ്. കുറച്ച് സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്. ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറുണ്ടോ? എപ്പോഴും അത് യൂസ് ചെയ്യുള്ളൂ. ഈ ഒരു മെയിൻ കിച്ചൺ ഇത് മാത്രമല്ലേ ഉള്ളൂ? അത് വർക്ക് ഏരിയ വേറെ ഇല്ലല്ലോ? ഒറ്റ കിച്ചണേ ഉള്ളൂ. ഇവിടെ നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ എല്ലാം സ്റ്റോറേജുകളുണ്ട്. ഇത് തുറക്കണ്ട. ഓക്കെ. പുള്ളിക്കാരെല്ലാം നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാം വെറൈറ്റി പോട്ടൊക്കെ നല്ല രസമുണ്ട്. ഓക്കെ. ഇത് ഗ്രാനൈറ്റ്, നാനോ വൈറ്റ് ഗ്രാനൈറ്റ്. നാനോ വൈറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വരുന്നുണ്ട്. സ്റ്റോൺ തന്നെയാണ്. പോളിഷ് ചെയ്തിട്ടുണ്ടോ അതോ പോളിഷ് ആയിട്ട് തന്നെ ഇങ്ങനെ തന്നെ കിട്ടും? ഓക്കെ. ഏകദേശം കണ്ട ഒരു മാർബിളിന്റെ കൂട്ടം തന്നെ തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാം ഒരുപാട് സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഓവൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നാനോ വൈറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് തന്നെ അല്ലേ? അതെ. ഇവിടെ എല്ലാം സ്റ്റോറേജുകളുണ്ട്. ഇത് ഇങ്ങനെ തന്നെ പൊങ്ങി വരുന്ന ടൈപ്പ് അല്ലേ? ഓക്കെ. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാ? ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഓക്കെ. ഇതെങ്ങനെയാ വെച്ചാല് നമ്മളിങ്ങനെ ആവശ്യമുള്ളതിന് അത്രയും കിട്ടും. ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം അല്ലേ? ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അല്ലേ? ഓക്കെ. ഇത് പ്ലൈവുഡ് തന്നെ ചെയ്തു. ഓക്കെ. പ്ലൈവുഡ് ചെയ്തു. ആ സെയിം പാറ്റേൺ മൈക്ക് ഒട്ടിച്ചു. മുകളിൽ നാനോ വൈറ്റിന്റെ സാധനം വെച്ചു. ഓക്കെ. ഇവിടുത്തെ ചെയറുകൾക്കും ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. നമ്മളൊരു വലിയ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന അതേ ടൈപ്പ് ഒരു ചെയറാ. അതൊരു വെറൈറ്റിനെസ് ഉണ്ട്. ഇതൊക്കെ താങ്കളുടെ ഐഡിയ തന്നെ ആയിരിക്കും അല്ലേ? ഇതിങ്ങനെ ഇരിക്കാം ചവിട്ടി. നമ്മൾ കൂടുതലും മാറിപ്പോയപ്പോഴാട്ടോ കണ്ടിട്ടുള്ളേ. എല്ലാം മൊത്തത്തിൽ അങ്ങ് വെറൈറ്റി ആണല്ലേ സാധനങ്ങൾ. നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കാം അല്ലേ വെച്ചു? വീട് വെക്കുന്ന കാലത്ത് വാങ്ങിക്കാം. കൊള്ളാം. എന്തൊക്കെ പുള്ളിക്കാരി വാങ്ങിച്ചായിരിക്കും ഇതിനകത്തുള്ള എല്ലാ കാരണങ്ങളും. ഇത് എവിടെയൊക്കെ ഉണ്ട്? ഇവിടെ എല്ലാം ഓരോരോ സാധനങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഡെയിലി എടുത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലേ? പുള്ളിക്കാരി കൊള്ളാം, അടിപൊളിയാണ്. കാരണം ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഒരു സാധനം യൂസ് ചെയ്ത പിന്നെ ഇത് കണ്ടുപിടിക്കണമെന്നെ വലിയ പാടാ ഇല്ലേ? ക്യാമറമാൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇത് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് തന്നെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ആദ്യമേ വാങ്ങി അതിന്റെ സൈസ് എടുത്തിട്ട് അങ്ങനെ പണിഞ്ഞ ആചാര്യം കൊണ്ട് തന്നെ. ഇത് നമ്മുടെ ആചാര്യം തന്നെ പണിഞ്ഞാണല്ലോ അല്ലേ? ഓക്കെ. ഇവിടെ എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിറകടുപ്പില്ലെന്ന് തോന്നുന്നു അല്ലേ? ഫുള്ള് ഗ്യാസ് അടുപ്പ്. നിങ്ങള് 4 പേരല്ലേ ഉള്ളൂ, ഒരുപാട് പേര് വരുന്നില്ല. ഓക്കെ. ഇതും ചിമ്മിനിയാണല്ലേ? കുക്കറിന്റെ. ഇത് ചിമ്മിനി ഇതും കൂടെ ഒരുമിച്ച് വാങ്ങിയാണോ അതോ സെപ്പറേറ്റ് വാങ്ങി അല്ലേ? ഇതിന്റെ അളവ് എടുത്തിട്ട് ചെയ്തതാണ്. മനസ്സിലായി. കൊടുത്തിരിക്കുന്നത് എന്തിനാ വെച്ചാല് നമ്മള് ഈ മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഡയറക്റ്റ് കുടിവെള്ളം ഈ പൈപ്പിലൂടെ എടുക്കാൻ പറ്റും. അങ്ങനെയുണ്ട്. മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ മാത്രം. അപ്പൊ നമുക്ക് ഈ പോയിട്ട് കിണർന്ന് കോരി കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. മോട്ടോർ ഓൺ ആക്കുക. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തോടെ വെള്ളം വരും. അത് കുടിവെള്ളമാണ്. ഡയറക്റ്റ് വരുന്ന വെള്ളമാണ്. അത് നമ്മൾ സ്റ്റോർ ചെയ്യും അതിൽ. ഓക്കെ. അതാണ് ഇതിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് മേളിലേക്ക് പോവാം അല്ലേ? ഓക്കെ. ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ, അത് നിസ്കരിക്കുന്ന സ്ഥലമായിരിക്കും. ഒരു സ്റ്റോറേജ് സ്പേസ്. ഇനി അടുത്തായിട്ട് നമ്മൾ വരുന്നത് ഈ വീടിന്റെ മെയിൻ അട്രാക്ഷൻ ആണ്. നമ്മൾ നേരെ വേറെ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ സ്റ്റെയർ
സ്റ്റെയറിൽ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റെയിലാണ്. ഈ ഹാൻഡ് റെയിൽ വളരെയധികം എന്താ പറയാ, ഒരു അത്യാവശ്യം വീഡിയോകളൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. കുറെ വീഡിയോ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടുള്ള വീഡിയോകളിൽ പോലും ഇങ്ങനെ ഒരു സ്റ്റെയറിന്റെ ഐഡിയ ഇല്ല. ഇതാരുടെ ഐഡിയ ആയിരുന്നു അവര് ചെയ്ത? എഞ്ചിനീയർ ഐഡിയ. ഉബൈദ് തന്നെ ഇങ്ങനെ സെറ്റ് ആക്കിയതല്ലേ? ഇതിന് GI ആണല്ലോ. GIയില് പൗഡർ കോട്ടിങ് ചെയ്തേക്കുന്നു. നമ്മൾ ഏകദേശം വെളിയില് നമ്മുടെ ഗേറ്റിൽ കണ്ട അതേ കളർ തന്നെ, പച്ച, വൈറ്റും ഗ്രീനും, ഒരു ഡാർക്ക് ഗ്രീനും. ഓക്കെ, മൊത്തത്തിൽ ഓക്കെ. ഇത് വളരെ, ഇത് മൊത്തത്തിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് റെയിലാണ്. വെറൈറ്റി ആവുകയും ചെയ്യും. നമ്മളിപ്പോ സ്റ്റീൽ മൊത്തം ഒരു വ്യൂ മാറുകയും ചെയ്യും. വളരെ ഈസി ആയിട്ട് ഗ്ലാസ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് പൊളിച്ച് കളയാം. ഇതിന്റെ പൗഡർ കോട്ടിംഗ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി, മൊത്തം വ്യൂ മാറും. നമുക്ക് എന്നാ മേപ്പോട്ട് പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് പ്ലാസ്റ്റിക് ആണോ? ഇത് ആർട്ടിഫിഷ്യൽ ആണ്. ഓക്കെ. പിന്നെ ഇവിടെ ഇങ്ങനെ വിൻഡോ ഉണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയാനകമായ വെട്ടം വരും. കൊള്ളാം. അത് വീട്ടിന്റെ മൊത്തത്തിലുള്ള വെട്ടത്തിനെ തന്നെ കിട്ടുന്ന രീതിയിലുള്ളൊരു വിൻഡോ അല്ലേ? അത് നമ്മൾ റൂമിൽ കാണുന്ന അതേ ഒരു പാറ്റേൺ ആണ് ഈ വിൻഡോ. ഇത് ഗ്ലാസ് ടഫുണ്ട് ഗ്ലാസ്സാ? തിക്നെസ് അത്യാവശ്യം ഓക്കെ. ഇത് വിനീർ, പ്ലൈവുഡിന്റെ മേളിൽ വിനീർ ഇട്ടിച്ച് പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു രീതിയിലല്ലേ? ഇതും പക്ഷെ GI തന്നെ, മെറ്റീരിയൽ സെയിം പ്രോസസ്സിങ്ങും. ഇത് മറ്റേ CNC കട്ടിങ്, ഷീറ്റ് എടുത്ത് കൊടുത്ത് ചെയ്തു. ഇതും ആർക്കിടെക്റ്റിന്റെ അതേ ഇത്. പക്ഷെ ഇത് ഭയങ്കര ഒരു എന്താ പറയാ, നല്ല രസമുണ്ട്. കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന്, കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൗന്ദര്യത്തെ ബാധിക്കാത്ത രീതിയിലുള്ളൊരു പ്രോസസ്സിങ് അല്ലേ? ഓക്കെ. GI ഇവിടെ നിങ്ങൾ കൊടുത്ത് കട്ട് ചെയ്യിക്കാൻ ചെയ്ത് അവിടെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻസ് ഉണ്ടോ? അതോ അത് നോക്കി ഡിസൈൻ സെലക്ട് ചെയ്യാം? അതേപോലെ ചെയ്ത് ഒരു മണിക്കൂറത്തെ വർക്ക് ഉള്ളത് പെട്ടെന്ന് തീരുകയും ചെയ്യും. ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ് കേട്ടോ. ഒരു GIയുടെ പൈപ്പുകൾ എന്ന് പറയുമ്പോൾ അത്രയും വില കുറവാണ്. നമുക്ക് വർക്ക് പെട്ടെന്ന് കഴിഞ്ഞു, മെയിൻ്റെനൻസും കുറവാണ്. പിന്നെ ഇവിടെ നമുക്ക് വാൾ സീലിംഗ് ചെയ്തിട്ടുണ്ടല്ലേ? ഇവിടുത്തെ ലൈറ്റിനൊന്നും ഇങ്ങോട്ടൊന്നും ലൈറ്റ് ഇല്ല, അവിടെ മാത്രമേ ഉള്ളൂ. ഓക്കെ. വാൾ സീലിംഗ് മറ്റേ സ്പോട്ട് ലൈറ്റ്. ഇതിന് സ്പോട്ട് ലൈറ്റ് തന്നെ ആണോ പറയുന്നതെന്ന് നമുക്ക് അത്ര അല്ലാതെ ഈ മറ്റേ ട്യൂബ് ലൈറ്റും ബൾബും ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. വീട്ടിൽ മൊത്തം ഇത്ര ലൈറ്റ് തന്നെ. ഓക്കെ. ഫുള്ള് സീലിംഗ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഫുള്ള് സീലിംഗ് ചെയ്തിട്ടുണ്ട്. നോർമൽ ഒരു മിനിമൽ മോട്ടർ മാത്രം കൊടുക്കുക, എന്നിട്ട് പുട്ടിയിട്ട് പെയിന്റ് അടിച്ചേക്കുന്നു. ഓക്കെ. അതിവിടെ ഉണ്ട്. അതിന്റെ ഒരു ബ്യൂട്ടി നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു അതിന്റെ ഒരു തുടർച്ച കാണാൻ പറ്റും അല്ലേ? ഈ ഒരു എല്ലാ ഏരിയയിലും എല്ലാം ഉണ്ട്. ഓക്കെ. ഇതൊരു ഫാമിലി ലിവിംഗ് എന്നൊക്കെ വേണേൽ പറയാം അല്ലേ? നമ്മുടെ അവിടെയൊക്കെ തേക്കാനൊക്കെ യൂസ് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഉള്ളൊരു ഏരിയ. ഓക്കെ. ഇവിടെ ടൈലാ യൂസ് ചെയ്തേക്കുന്നത് അല്ലേ? എന്നാ താഴത്തേത് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഏകദേശം ആ ഒരു മാർബിളിന്റെ അതേ ഒരു ഫീല് വരുന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്രോക്സി ഇട്ടേക്കുന്നുണ്ട് കേട്ടോ, ഇത് ടൈലാന്ന് മനസ്സിലാവുന്നത്. കൊള്ളാം. നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു ഡബിൾ ഹൈറ്റിൽ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. നമുക്ക് ഇവിടുന്ന് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർമൽ ലിവിങ്ങിലേക്കുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട് അല്ലേ? ഇവിടുന്ന് സംസാരിക്കുകയും ചെയ്യാം, താഴെ ഇറങ്ങി പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ. ഇതൊക്കെ ആരുടെ സെലക്ഷൻ ആയിരുന്നു? സെലക്ഷൻ. നമുക്ക് അടുത്ത ഇവിടുത്തെ റൂമിലേക്ക് പോയാലും ഇവിടെ മേളിൽ നമുക്ക് മൊത്തം 2 റൂമാണുള്ളത്, 2 അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഓർമ്മ അല്ലേ? ഇത് ഗസ്റ്റ് റൂം എന്നൊക്കെ പറയാം അല്ലേ? ഓക്കെ. ഇത് നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന കട്ടില് അതുപോലെ എടുത്തിട്ടേക്കാണ്. ഇവിടെ പ്രത്യേകിച്ച് വേറെ വലിയ വർക്കുകൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ മിനിമം സീലിംഗേ ഉള്ളു അല്ലേ? നോർമൽ ഒരു ബോർഡർ മാത്രം ചെയ്തു. ബാക്കി സ്പോട്ട് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ മേളത്തെ റൂമായതുകൊണ്ട് ഒരു അത്യാവശ്യം ചെറിയൊരു ചൂട് അനുഭവപ്പെടും അല്ലേ? ഇവിടെ അതേ സെയിം ഒരു വിൻഡോയും ഉണ്ട്. നല്ല വ്യൂ ആയിരിക്കും ഓഫ് കോഴ്സ്. നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഫ്ലവർ ഒക്കെ നല്ല അടിപൊളിയായി. ഓക്കെ. ഗസ്റ്റിനൊക്കെ വന്നാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് 2 ആർട്ടിഫിഷ്യൽ. അപ്പൊ മെയിൻ്റെനൻസും പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ. ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. വരും.
താഴത്തെ അതേ രീതിയിൽ തന്നെയുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് റൂം. ഇനി ഒരു മുറിയും കൂടെ ഉണ്ട്, അത് നമ്മൾ കാണിക്കുന്നില്ല. സ്റ്റോറേജ് പോലൊക്കെ യൂസ് ചെയ്യുക. അതിലും കട്ടിലും കാര്യങ്ങളും എല്ലാം ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് ആ മുറിക്കകത്തുള്ളത്. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇത് പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത് അല്ലേ? ഓക്കെ. ഹലോ ഗായ്സ്, ഞങ്ങളെ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗായ്സ്, നിങ്ങളെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൂടെ പറയണേ. അപ്പൊ ഗായ്സ്, മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരെ ബൈ.